ഹലോ ഗൈസ്, സത്യം പറഞ്ഞാൽ നടുങ്ങി നാമാവശേഷമായിട്ട് അത് എന്താണ് നടക്കുന്നത് ഉള്ളൊരു കാര്യം എന്താ പറയുക, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ പലരും ഈ ന്യൂസ് ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അറിഞ്ഞവരെല്ലാവരും ഞെട്ടിക്കാണും. 2025 തുടങ്ങിയതിന് ശേഷം ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്ന ദുരന്ത വാർത്തകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിൻ്റെ ഏറ്റവും ഇന്ന് ഈ നിമിഷം നടക്കുന്നൊരു വാർത്തയാണ്. അഫാൻ എന്ന് പറയുന്ന 23 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ അയാളുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള ഏതാണ്ട് 6 പേരെ ഇത് വളരെ വികൃതമായ രീതിയിൽ, കണ്ടാൽ അറപ്പുളവാക്കുന്ന രീതിയിൽ 6 ജീവനുകളെ കൊന്നു തള്ളി. ഒരു തരത്തിലുള്ളൊരിതും ഇല്ലാതെ. അതുമാത്രമല്ല, അയാളെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യങ്ങളിൽ 2 കാരണങ്ങൾ പറയുന്നു. ഒന്ന് പ്രണയത്തിൻ്റെ കാരണം പറയുന്നു, മറ്റൊന്ന് കടബാധ്യതയുടെ കാര്യം പറയുന്നു. ഈ 2 കാരണത്താലും ഇദ്ദേഹം കൊല്ലുന്നത് സ്വന്തം വീട്ടിലെ സ്വന്തം ഉമ്മയെ. അതുപോലെ തന്നെ കൊല്ലുന്ന ആൾക്കാരൊക്കെയാണ്. അഫ്സാൻ, അദ്ദേഹത്തിൻ്റെ ഇളയ ഒരു കുഞ്ഞു സഹോദരൻ അഫ്സാൻ എന്ന് പറയുന്നൊരു കുട്ടി. ആ കുട്ടിക്കാണെങ്കിൽ കുഴിമന്തി വാങ്ങി, ഹോട്ടലിൽ നിന്ന് കുഴിമന്തിയൊക്കെ വാങ്ങിക്കൊടുത്ത് സ്നേഹത്തോടെ കൊണ്ടുവന്ന് അയാളെ കൊന്നു. ഒരു വീടിൻ്റെ 3 മുറികളിലായിട്ട് മൃതദേഹങ്ങൾ കണ്ടെത്തി. ഫർസാന ഇദ്ദേഹത്തിൻ്റെ പെൺ സുഹൃത്താണ്, അഥവാ അദ്ദേഹത്തിൻ്റെ പ്രണയമൊക്കെയാണ്, ബന്ധുവാണെന്നൊക്കെ പറയുന്നു. ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് തെളിവെടുപ്പൊക്കെ ആവശ്യമാണ്. പുള്ളി ഇപ്പോൾ അയാൾ വിഷം കഴിച്ചിട്ടാണെന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹത്തിനെ കൊണ്ടുവിട്ട ഓട്ടോ ഡ്രൈവറും ആ കണ്ട ആൾക്കാരടക്കം പല ആൾക്കാരും പറയുന്നത് വെച്ചാൽ അയാൾ ശരിക്കും അറിയുന്ന ആൾക്കാർ അയാളൊരു ലഹരിക്ക് അടിമയാണ് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ നാടിൻ്റെ ലഹരി ഉപയോഗം, അതുപോലെ തന്നെ ഇന്നത്തെ ഈ തലമുറ ഈ പുതിയ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ വയലൻസിനെ ഉള്ളിലെടുത്തുകൊണ്ട് ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്ന പല പരിപാടികൾ, അത് എത്രമാത്രം സമൂഹത്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു, അത് പുതിയ തലമുറ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്നുള്ളവർ ചോദിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ സൽമാ ബീവി, അവരുടെ പിതൃമാതാവ്, അച്ഛൻ്റെ മാതാവ്, തൊണ്ടവരെ വെള്ളമില്ലാതാവുകയാണ്, ഡീഹൈഡ്രേറ്റഡ് ആവുന്നത് പോലെ. അത് കേൾക്കുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു നെഞ്ചിൻ്റെ ഒരു പിടച്ചിൽ ഇതുവരെ മാറിയിട്ടില്ല. സൽമാ ബീവി എന്ന് പറയുന്ന പിതൃമാതാവ്, ഒരു മുത്തശ്ശി. ഞങ്ങളുടെയൊക്കെ മുത്തശ്ശിമാരെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ദേഹത്ത് നമുക്ക് തൊടാൻ തന്നെ പേടി. കാരണം ആ ഒരു പ്രായം ആയതുകൊണ്ടും അവരുടെ ഒരു വാർദ്ധക്യാവസ്ഥയും അതിൻ്റെ അസുഖങ്ങളും ഒക്കെ പെട്ട് കയറി നിൽക്കുന്ന അവരെയൊക്കെ കൊല്ലാൻ എങ്ങനെ കഴിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ ലത്തീഫ്, സഹോദരൻ, പിതാവിൻ്റെ സഹോദരനായിട്ടുള്ള ലത്തീഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെയും കൊന്നു. ഷാഹിദ, സഹോദരൻ്റെ ഭാര്യ, അതായത് പിതാവിൻ്റെ സഹോദരൻ്റെ ഭാര്യ അടക്കം ഇദ്ദേഹം കൊന്നിരിക്കുകയാണ്. ഓക്കെ, ഒരാൾ ഇപ്പോൾ അമ്മ വളരെ ഗുരുതരമായ നിലയിൽ, അമ്മയും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ 2 വശം, അഥവാ ഇദ്ദേഹം ഈ കാര്യം ചെയ്തെന്ന് പറയുന്നതിനകത്ത് 2 കാരണങ്ങളാണ് പ്രധാനമായിട്ട് പ്രാഥമിക നിഗമനത്തിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അത് ഈ ഫർസാന എന്നുള്ള പെൺസുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രണയം. ആ പ്രണയത്തിന് വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല. വിവാഹം ചെയ്ത് നൽകാമെന്നുള്ള കാര്യം വീട്ടിൽ സമ്മതിച്ചിട്ടില്ല. ആ ഒരു കാരണം കൊണ്ട് ഇവരെ ഈ മൊത്തത്തിൽ കൂട്ടത്തോടെ ആ കുട്ടിയെ അടക്കം ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ 23-കാരൻ അഫാൻ കൊന്നു എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. അത് ഒരു കഥ. ഇനി രണ്ടാമത്തെ കാര്യമുണ്ട്. നിരന്തരം ഈ പിതാവ് നാട്ടിൽ ബന്ധുക്കളോടൊക്കെ ആവശ്യപ്പെട്ടിരുന്നു, പണം ആവശ്യപ്പെട്ടിരുന്നു, സഹോദരങ്ങളോട്, ഒപ്പം ഉമ്മയോട് ഒക്കെ ഈ പ്രതിയുടെ പിതാവ് സഹായം ചോദിച്ചിരുന്നു. പക്ഷെ അതൊന്നും സഹായിക്കാൻ തയ്യാറായില്ല. ആ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം പിതാവ് ഈ കുടുംബവുമായി ബന്ധപ്പെടുകയും സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ ഇനി ഒരു നിർവാഹവുമില്ല, നാട്ടിൽ നിന്ന് പണം കിട്ടിയാലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊക്കെ അറിയിച്ചിരുന്നു. ഇതിന്റെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം ഈ സാമ്പത്തിക പ്രയാസത്തിൽ മനംനൊന്ത് ഈ പ്രതിയുടെ ഉമ്മ ആത്മഹത്യയ്ക്ക് പദ്ധതിയിട്ടിരുന്നു എന്നുള്ള വിവരം കൂടി പോലീസിനെ ഇയാളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിനെ ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ കടബാധ്യത കൊണ്ടും ബുദ്ധിമുട്ടുകൊണ്ടും മറ്റൊരു രാജ്യത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നിവൃത്തിയും ഇല്ലാത്ത സാഹചര്യത്തിൽ കുറച്ച് സാമ്പത്തികമായിട്ട് സഹായിക്കണമെന്നും പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയില്ല എന്നും പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഈ സഹോദരനോടും, അച്ഛൻ്റെ സഹോദരനോടും മറ്റ് ഉമ്മയടക്കമുള്ള മറ്റ് പല ആൾക്കാരോടും പണം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ആവശ്യപ്പെട്ടതിന് അവർ സാമ്പത്തികമായി സഹായിക്കാൻ തയ്യാറായിട്ടില്ല. ആ സാമ്പത്തികമായിട്ട് തയ്യാറായിട്ടില്ലാത്തത് കൊണ്ട് ഒരു ഉന്മൂല നാശനം ആ കുടുംബത്തിന് മൊത്തത്തിൽ കൊന്നു. ഇപ്പം കടമാണ് എന്നുള്ള സംഭവം ഒരു പരിധിക്ക് നമുക്ക് വച്ചേക്കാം. കടമായിരുന്നുവെങ്കിൽ എന്തിനാണ് അദ്ദേഹം ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ആ പെൺകുട്ടിയെ കൊന്നു എന്നുള്ളൊരു ചോദ്യം വളരെ റിലവൻ്റ് അല്ലേ? അപ്പോൾ കടം എന്നുള്ളൊരു കാരണം മാത്രമാണ് എന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കുടിപ്പായ, ഒന്ന് കടം, 2 ഇദ്ദേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ നൈരാശ്യം. പ്രണയത്തിന് ഇപ്പോൾ ആ കുട്ടിയെ തന്നെ ട്യൂഷനോ എന്തോ സ്ഥലത്തേക്ക് പോകുന്ന കുട്ടിയെ ട്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന് ഈ വീട്ടിൽ കൊണ്ടുവന്ന് കൊല്ലുമായിരുന്നു. ഓരോ 3 വീടുകളിൽ വെച്ചിട്ടാണ് ഇത് കൊന്നിരിക്കുന്നത്. ആ 3 വീടുകൾ തമ്മിലുള്ള അകലം തന്നെ വളരെ ദൂരെയാണ്. ഇദ്ദേഹം വന്നേക്കുന്ന വണ്ടിയിൽ ഇപ്പം മദ്യപിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലേക്കൊക്കെയാണ് അദ്ദേഹത്തിനെ കണ്ട ആൾക്കാർ, അഥവാ ഓട്ടോറിക്ഷ ഡ്രൈവർ അവിടെ നിന്ന് വണ്ടി പിടിച്ചിട്ടാണ്, വണ്ടി തിരിച്ച് ഓടിക്കാൻ കഴിയാതെ ഒരു മദ്യപാനി എങ്ങനെയാണ് പെരുമാറുന്നത് പോലെ എന്നാണ്. പക്ഷേ
പലയധികം കമൻറ്റുകളും മറ്റുള്ള പല ആൾക്കാർ ഇദ്ദേഹത്തിന് അറിയുന്നവരെന്ന് പറയുന്നത് ഇദ്ദേഹം ലഹരിക്കടിമയാണ്. പോലീസും ചോദിച്ചത് സ്റ്റേഷനിൽ നിന്നിട്ട് ഇദ്ദേഹം ഓട്ടോ പിടിച്ചിട്ട് സ്റ്റേഷനിലേക്ക് വെഞ്ഞാറമ്മൂട് പോവുകയും വെഞ്ഞാറമ്മൂട് ആ സ്റ്റേഷനിലേക്ക് പോയി അവിടെ കുറ്റം ഏറ്റു പറയുകയും അവിടെ എത്തുകയും ചെയ്തു. അപ്പം അങ്ങനെ ആ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അപ്പം അപ്പോഴേക്കും ഇദ്ദേഹം വിഷം കഴിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ മെഡിക്കൽ കോളേജിൽ അഥവാ നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് ഇപ്പം അദ്ദേഹത്തിന് ഒബ്സർവേഷനിലെന്തോ ആണ് പോലീസിൻ്റെ ബന്ധോബസ്തിൽ. അപ്പം അങ്ങനെ ഒരു വലിയൊരു ക്രൂരകൃത്യം നടത്താൻ ഒരു റീസൺ എന്തായിരുന്നാലും ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളിപ്പം തുടരെ ഇപ്പം ഈ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് കാണുകയും അതിനെക്കുറിച്ച് നമ്മളെല്ലാം വിറങ്ങലിച്ച് പോവുകയും ചെയ്യുന്നു. എന്താണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രഗ്സ് എന്നുള്ളൊരു സാധനം നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് വളരെയധികം പ്രചരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളെ വളരെ സ്നേഹിക്കുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളെ കുട്ടികളെ വിശ്വസിക്കാതിരിക്കുക മീൻസ് എന്തെന്നറിയാമോ? അവർ പറയുന്നത് എല്ലാം അങ്ങ് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാതിരിക്കുക. അവരുടെ മാറ്റങ്ങൾ അവർ ഏതൊക്കെ വഴിക്കാണ് പോകുന്നുള്ള ആ ഒരു കാര്യം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഈ കാര്യം പിന്നീട് ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് അവർ പിന്മാറുകയായിരുന്നു. അപ്പോഴേക്കാണ് ഈ പ്രതി ഇത് മാനസികമായി ഏറ്റെടുത്തത്. ഈ വിഷയം പിതാവിന്റെ കടബാധ്യത, ഉമ്മ ആത്മഹത്യ മുൻപിൽ നിൽക്കുന്നു. അപ്പോൾ ഇയാളുടെ ഉള്ളിൽ സഹായിക്കാത്ത ബന്ധുക്കളോടുള്ള വലിയ പ്രതികാരം ഉദിക്കുകയായിരുന്നു. ആ പ്രതികാരത്തിന്റെ ഭാഗമായിട്ട് പ്രതി തന്നെ ഇവരോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു. പക്ഷേ ഇവരാരും കൊടുക്കാൻ തയ്യാറായില്ല. ഇതോടുകൂടി ഇയാൾ കൊലപാതകം നടത്താൻ ഓരോരുത്തരെയായി പ്രതികാരത്തിന്റെ ഭാഗമായി വകവരുത്താൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ആദ്യം ഇയാൾ ഉപ്പയുടെ ഉമ്മ പാങ്ങോട് സ്വദേശിയായ അത് നോക്കണേ, ഇങ്ങനൊരു സംഭവം ഇത് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമല്ല. അതായത് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്ന അറിവുകൾ വെച്ച് പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അയാൾ പൈസ ആവശ്യമുണ്ട്, അച്ഛൻ്റെ കടബാധ്യത തീർക്കാനുള്ള സാമ്പത്തികം ആവശ്യമുണ്ട്. സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് ഓരോ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് അച്ഛൻ ചോദിച്ചിട്ട് അച്ഛൻ അത് കൊടുക്കാത്തത് കൊണ്ട് മകനും ചോദിച്ചു, മകനടുത്തും അതേ കാര്യം പറഞ്ഞതുകൊണ്ട് പുള്ളി ആ വൈരാഗ്യം വെച്ചുകൊണ്ട് പുള്ളി ഡ്രഗോ മറ്റുള്ള കാര്യങ്ങളോ അടിച്ചു കയറ്റി ആ ഉന്മൂലനാശനം അങ്ങ് നടത്തിക്കഴിഞ്ഞു. വൃദ്ധയുടെ വീട്ടിലേക്ക് എത്തുന്നത്, അവിടെ എത്തി അവരെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ സ്വർണ്ണമാല ഈ പ്രതി കവരുകയും അത് വിറ്റ് ആ പണം കൊണ്ട് ചുറ്റിക വാങ്ങി ആ ചുറ്റികയുമായിട്ടെത്തിയാണ് ബാക്കി എല്ലാവരെയും ഇയാൾ ആക്രമിക്കുന്നതെന്നാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. ആലോചിച്ചോക്കെ, ഒരാളെ കൊന്നിട്ട് അയാളുടെ കഴുത്തിലുള്ള മാല അത് അവിടെ നിന്ന് അപഹരിച്ചിട്ട് ആ മാല കൊണ്ട് വിറ്റിട്ട് ചുറ്റികയും അടക്കമുള്ള സാധനങ്ങളും വാങ്ങി ആ ചുറ്റിക കൊണ്ട് അതിനകത്ത് കണ്ടൊരു ദൃക്സാക്ഷി അഥവാ മൃതദേഹം കണ്ടൊരു ദൃക്സാക്ഷി പറയുന്നത് വെച്ചാൽ കണ്ട് നമുക്ക് തിരിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. അത്രയും നമ്മളൊരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയി പോകും. അത്രയും ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടിയുടെ മുഖമൊക്കെ ഇരിക്കുന്നതെന്നാണ്. അടിച്ച് കൊന്ന് ഇരുത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പം അത്രത്തോളം 3 ഇടങ്ങളിൽ പോയിട്ട് 23 വയസ്സ് മാത്രം പ്രായമുള്ള അഫ്ഗാൻ തൻ്റെ കുടുംബത്തിൻ്റെ അകത്തുള്ള ഉമ്മയടക്കം വല്യച്ഛൻ്റെ ഭാര്യ അടക്കം ഇങ്ങനെ പല 6 പേരെ, അല്ലാതെ ഉമ്മ ജീവനും മരണത്തിനും ഇടയ്ക്കാണ്. അവരുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ മൊത്തത്തിൽ നടുക്കുന്നൊരു കാര്യം തിരുവനന്തപുരത്ത് വെഞ്ഞാറമ്മൂട് നടന്നിരിക്കുന്നു. ഇതിനകത്തിപ്പം ഒരു ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് മാർക്കോ പോലുള്ള സിനിമകളെക്കുറിച്ച് ഒരു കാര്യം. പക്ഷേ ഒരു സിനിമയായിട്ട് എടുക്കാൻ കഴിയാതെ ആ സിനിമയിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുക എന്നുള്ള കാര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകും. കാരണം നമ്മൾ സൂപ്പർ ഹീറോസിൻ്റെ സിനിമകൾ കാണാറില്ലേ? നമ്മുടെ എന്താ പറയുക, പലതരത്തിലുള്ള സൂപ്പർ ഹീറോസിൻ്റെ സിനിമകളൊക്കെ നമ്മൾ റിയൽ ലൈഫിൽ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ എടുത്തണിയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എന്താ പറയുക സ്പൈഡർമാൻ ആണെങ്കിലും അല്ലേ, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ ഈ ഒരു സാധനം അത് ഇങ്ങനെ കൊന്നു തള്ളുന്നത് കാണുന്ന സമയത്ത് കുട്ടികൾക്കുണ്ടാവുന്ന ഇതാണ് മാസ്, ഇതാണ് സംഭവം എന്നൊക്കെ തോന്നുന്നൊരു സാഹചര്യം അതായിരിക്കണമെന്നല്ല. അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം, സമൂഹം ചർച്ച ചെയ്യണം. നടൻ സലീം കുമാർ പറഞ്ഞിട്ടുണ്ട്, കൊന്നു തള്ളുന്ന സിനിമകളാണെന്ന് സമൂഹം ഏറ്റെടുക്കുന്നത് അത് എത്രത്തോളം പുതിയ തലമുറയ്ക്ക് ഗുണകരമാകും എന്നുള്ളൊരു കാര്യം. ഇത് പക്ഷേ മലയാളത്തിൽ മാത്രമല്ല, വിദേശ ഭാഷകളിലടക്കം ഈ കുട്ടികൾ ഇവിടുത്തെ ഈ മാർക്കോ മാത്രം കണ്ടല്ലേ, ഇൻ്റർനാഷണലി ഇതിന് റോങ് ടേൺ അടക്കം ഈ ബ്ലഡ് ഷെഡിൻ്റെ കളികളുള്ള സിനിമകളുണ്ട്. അപ്പം ഒരു മാർക്കോ എന്നുള്ളൊരു കാര്യം മാത്രം വെച്ചുകൊണ്ട് നമുക്കതിന് സംസാരിക്കാൻ പറ്റത്തില്ല. മലയാളത്തിലെ മാർക്കോ മാത്രമാണ് ഏറ്റവും ബ്ലഡ് ഷെഡുള്ള സിനിമ എന്ന് മലയാളത്തിലതായിരിക്കും, പക്ഷേ ഇൻ്റർനാഷണലി അതല്ല. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. പക്ഷേ സമൂഹത്തിൻ്റെ ഒരു ചിന്ത വേണം. പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ആ ഒരു മൂല്യച്യുതിയെക്കുറിച്ച് നമ്മൾ സത്യം പറയാൻ നമ്മുടെ പരിഷ്കരണം വേണ്ടത് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലാണ്. ഇന്നത്തെ ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. നമ്മുടെ സ്കൂളുകളിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ലൈഫ് ലെസൺസ് പഠിപ്പിക്കുന്നുണ്ടോ? ജീവിതത്തിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ, ഒരു ലൈഫിൽ എന്തെങ്കിലും തരത്തിൽ സ്ട്രഗിൾ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള കാര്യം പഠിപ്പിക്കുന്നുണ്ടോ? ഒന്നുമില്ല. കുട്ടികൾ ആകെപ്പാടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ എന്താണോ ഉള്ളത് അതേ സാധനം പഠിപ്പിക്കുക. അതിനപ്പുറത്തേക്ക് കുട്ടികളുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇന്നത്തെ സ്കൂളുകളിൽ കിട്ടുന്നില്ല. അത്രയും അഡ്വാൻസ്ഡ് ആയെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സിസ്റ്റം പോലും ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വരുന്ന തലമുറയിൽപ്പെട്ട പിള്ളേർ എങ്ങനെ അതിജീവിക്കുമെന്ന് പറയാം.
എല്ലാം സാമ്പത്തികവും മറ്റുള്ള കാര്യങ്ങളും കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് നീ എങ്ങനെ അതിജീവിക്കും എന്നത് അടക്കമൊന്നുമില്ല. പണ്ടത്തെ കവിതകളും മറ്റുള്ള കാര്യങ്ങളും പഠിച്ച് ചില മൂല്യങ്ങളൊക്കെ അറിയാതെ കിട്ടും. ഗ്രന്ഥശാലകളിൽ പോയി സോഷ്യലൈസ് ചെയ്ത് സമൂഹത്തിൽ ഇടപഴകി നേരിട്ടിറങ്ങി ഉള്ള കുട്ടികൾ ഇന്ന് എവിടെ സമൂഹത്തിൽ നേരിട്ടിറങ്ങുന്ന കുട്ടികളുണ്ട്? വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത കുട്ടികളെ, സമൂഹത്തിലേക്ക് വിടാത്ത കുട്ടികളെ എങ്ങനെയാണ് അവർ ജീവിതം പഠിക്കേണ്ടത്? സ്വന്തം വീട്ടിൻ്റെ അകത്ത് വളർന്ന് സ്വന്തം വീട്ടിൻ്റെ അകത്ത് തന്നെ അവിടെ ഓരോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അതിൽ തന്നെ ഒതുങ്ങി സിനിമയും ടി വിയും കണ്ട് അതിൽ നിന്നുള്ളത് കിട്ടി. പിന്നെ ഇതേപോലത്തെ മാർക്കുകളാണെങ്കിലും അതുപോലത്തെ സംഭവങ്ങളാണെങ്കിലും കണ്ടിട്ട് അതിൽ നിന്നും പലതും ഉൾക്കൊണ്ട് ചില നമ്മുടെ K-പോപ്പും K-ഡ്രാമയും BTS ഒക്കെയാണ് ഇന്നത്തെ കുട്ടികളുടെ ലൈഫ്. അവർക്ക് മറ്റുള്ള സംഭവങ്ങൾ അറിയില്ല, എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല. അപ്പം അതിൻ്റെ കൂടെ ഡ്രഗ്സ്. ഇന്ന് ഇപ്പോഴും എനിക്ക് എന്തറിയാമോ, ഈ സമയത്ത് നമ്മൾ ഡ്രഗ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ എല്ലാം തികഞ്ഞ് നമ്മുടെ നാട്ടിൽ പോലും ഈ ഡ്രഗ്സ് നിലനിൽക്കുന്നു എന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എത്രമാത്രം വമ്പന്മാരുണ്ടെന്നുള്ളതാണ്. നമ്മുടെ തലമുറ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഈ പറഞ്ഞ പരിപാടികളെല്ലാം ഇവിടെ നിലനിൽക്കുന്നു. അതിനെ തുടച്ചു നീർക്കാൻ ഇന്നും ആർക്കും പറ്റിയിട്ടില്ല. നാർക്കോട്ടിക്സ് വിഭാഗമടക്കം മറ്റ് പല കാര്യങ്ങളും ഇവിടെ നമുക്ക് നിലനിൽക്കുന്നു. ബട്ട് ഇതെല്ലാം ഇവിടെ അനുസ്യൂതം ലഭിക്കുന്നു, എല്ലാം നടക്കുന്നു. സോ എന്തായാലും അകാലത്ത് മരണപ്പെട്ട 6 ജീവനുകൾക്കും ആദരാഞ്ജലികൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ എന്തായാലും രക്ഷപ്പെടട്ടെ. എന്തായാലും കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരട്ടെ. എന്തായാലും വളരെ ബ്രൂട്ടലായിപ്പോയി, ഒന്നും പറയാനില്ല. ബൈ.